തൃശ്ശൂരിലെ പുലികളെ തേടി നമ്മൾ ഇറങ്ങുകയായിരുന്നു. അതിനിടയിൽ മറ്റൊരു പുലിയെ കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. VS സുനിൽകുമാർ, സുനിൽ പുലിയാണ്. സുനിലേട്ട, എങ്ങനെയുണ്ട്? ഓരോ മടകളിലും ഇങ്ങനെ കയറിറങ്ങി നടക്കുകയാണ്. മടകളിലും അതിഗംഭീരമായിട്ടുള്ള ഒരുക്കങ്ങൾ കൃത്യം 5 മണിക്ക് മുമ്പായി റൗണ്ടിലേക്ക് കയറാവുന്ന രീതിയിൽ ഒരുക്കം. ഞാനിപ്പോൾ നിൽക്കുന്നത് യുവജന സംഘം പിയൂർ. ഞാൻ ഇതിന്റെ രക്ഷാധികാരിയാണ്. ഈ സംഘത്തിന്റെ രക്ഷാധികാരിയായിട്ടുള്ള ആളാണ് ഞാൻ. ഇവിടെ ഇപ്പോൾ ഒരു അരമണിക്കൂറിനകത്ത് 4:30 മണിക്ക് ഇവിടെ ഇറങ്ങി അതിന്റെ മുമ്പിൽ ഒരു കളി കളിച്ച് അങ്ങനെ വണ്ടിയിൽ കയറി നേരെ പാലിയം വഴി റൗണ്ടിലേക്ക് പ്രവേശിക്കും. അപ്പോൾ അവർക്ക് ഓരോ സമയം ക്രമീകരിച്ച് വന്നിട്ടുണ്ട്. ആ സമയക്രമം അനുസരിച്ച് 7 ടീമുകളും വരാവുന്ന രീതിയിലാണ് അറേഞ്ച്മെന്റ്സ് എല്ലാം നടക്കുന്നത്. ഞാനിപ്പോൾ രാവിലെ എല്ലാ സ്ഥലത്തും പോയി. എല്ലായിടത്തും പോയതുകൊണ്ട് ചോദിക്കുകയാണ്, എല്ലാവർക്കും ഈ ലാസ്റ്റ് മൊമെന്റ് ഒരു സർപ്രൈസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എവിടെയാണ് ഏറ്റവും മികച്ചതായി തോന്നിയത്? ആരാണ്? അങ്ങനെ ഞാനിപ്പോൾ പറയില്ല, കാരണം ഞാൻ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ഏതെങ്കിലും കൂട്ടർക്ക് വേണ്ടി പറഞ്ഞു തോന്നും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ ശരിയല്ല. എന്നാൽ എല്ലാവരും അവരവരുടെ രീതിയിൽ, അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത എല്ലാവർക്കും ഒരു ആത്മാർത്ഥതയുണ്ട് ഇതിന്റെ കാര്യത്തിൽ. അതായത് വെറുതെ കാട്ടിക്കൂട്ടലൊന്നുമല്ല ഈ പരിപാടി. പുലിക്കളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രക്തത്തിലലിഞ്ഞിട്ടുള്ളൊരു പ്രയത്നമാണ്. ഇവരൊക്കെ തൊഴിലാളികളാണ്. എല്ലാവരും കൂലിപ്പണി എടുക്കുന്നവരും ചുമട്ടുതൊഴിലാളികളായിട്ടുള്ള ആൾക്കാരും ഒക്കെ ഉള്ളതാണ് അധികം ആൾക്കാരും. അവരൊരു ദിവസം അവരുടെ പണിയൊക്കെ മാറ്റിവെച്ച് മേത്തെ രോമൊക്കെ പഠിച്ച് കളഞ്ഞ് ബോഡി ആർട്ടും ആർട്ടിന്റെ അടിസ്ഥാനത്തിൽ പെയിന്റ് ചെയ്ത് രാവിലെ മുതൽ ആരംഭിച്ച പെയിന്റിങ്ങിന് വൈകുന്നേരം വരെ അത് നിൽക്കണം. അവിടെ വരെ ആവേശം ഒട്ടും പോകാതെ അവർ ഒരുമിച്ച് നിൽക്കുന്ന ഒരു പരിപാടിയാണ്. വ്യക്തിപരമായിട്ടൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ കുറെ വർഷമായിട്ട് തൃശ്ശൂരിന്റെ ഇട്ടാവട്ടത്തേനുണ്ട്, ഇവിടെ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട്, ഈ പുലികളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും അങ്ങനെ പുലിവേഷം കെട്ടി ഇറങ്ങണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഈ ആരവവും ആവേശമൊക്കെ കാണും. എനിക്ക് പുലിവേഷം കെട്ടണമെന്നുണ്ട്, പക്ഷെ നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ ശരിയാവില്ല. എന്താ ശരിയാവാത്ത? കണ്ട കൊള്ളാം. ഇവിടെ ഉള്ള പുലികളെ തോറ്റു. കറുത്ത മുത്തുകളുണ്ട്. ഒരു വെളുത്ത മുത്താണ് സുനിച്ചേട്ടൻ. തൃശ്ശൂരിന്റെ വെളുത്ത മുത്ത്, വെളുത്ത പൊന്ന്. ഒരുക്കങ്ങളെല്ലാം ക്ലിയർ ആണ്. ഇപ്പം വൈകാതെ തുടങ്ങുമല്ലേ? കറക്റ്റ് സമയത്ത് തുടങ്ങും. കാരണം അല്ലെങ്കിൽ ഈ സമയക്രമത്തില് മാറ്റം വന്നു കഴിഞ്ഞാലേ എന്തായാലും ഇരുട്ടാവണം. കാരണം ലൈറ്റ് അറേഞ്ച്മെന്റ്സുകളുടെ പ്ലോട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് അവരൊക്കെ എല്ലാ ടീമുകളും 5 മണിയോട് കൂടി കയറി വരുന്ന കാണികൾക്ക് എല്ലാം കാണാവുന്ന രീതിയിൽ അറേഞ്ച്മെന്റ്സ് എല്ലാം ഇവിടെ നടന്നിട്ടുണ്ട്. അത് കോർപ്പറേഷൻ ആ കാര്യങ്ങളെല്ലാം നന്നായി ചെയ്തിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തു നിന്ന് എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇത്തവണത്തെ പുലിക്കളി ഈ വയനാടിന്റെ ദുരന്തത്തിന്റെ മുൻപിലാണെങ്കിലും ഞങ്ങൾ തൃശ്ശൂർക്കാര് അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. അവരുടെ ആ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് തന്നെ നമ്മുടെ ആ പരിപാടി നടത്താനുള്ളതാണ്. അതായത് ഓണത്തിനെ സംബന്ധിച്ച് പറയുന്ന വെച്ചാൽ സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കുകയാണെങ്കിലും ഓണം ഊട്ടെന്ന് പറയുന്ന ഒരു സംസ്കാരമൊക്കെ ഉണ്ട്. അത്രയും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതുപോലെ നമ്മൾ 4 ദിവസത്തെ തൃശ്ശൂർക്കാരുടെ ഒരു ഐതിഹാസികമായ പുലിക്കളി ഒട്ടും കുറവില്ലാതെ നടക്കും. തീർച്ചയായിട്ടും.